വളരെ മോശമായിപ്പോയി. ആ സിദ്ധു കല്യാണ മണ്ഡപത്തിൽ വന്ന് നിന്നെ അവൻ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചേ ഇല്ല. ഇല്ലില്ല, ഭയങ്കര മോശമായിപ്പോയി. ഡോക്ടർ. നീയോ? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? ഡോക്ടർ, ഞാൻ പറയുന്നൊന്ന് കേക്ക് ഡോക്ടർ. നീ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക്. എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം നീ കണ്ടല്ലോ. എന്താ പറയാൻ പോകുന്ന കേക്ക് കേട്ടാ? പ്ലീസ് ഡോക്ടർ. ഇങ്ങോട്ട് നോക്കിയേ. ആ സിദ്ധു ഉണ്ടാക്കി വെച്ച ടെൻഷൻ എനിക്ക് മാറിയിട്ടില്ല. ഇതിനിടയിൽ നീ വന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോർച്ചർ ചെയ്യുന്നേ? ഡോക്ടർ, ഇനി ആ സിദ്ധുവിന്റെ പ്രശ്നം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. എന്താന്ന്? നീ എന്താടാ പറയുന്നേ? അതെ ഡോക്ടർ, അവനെ പെർമനന്റ് ആയിട്ട് ജയിലിലേക്ക് അയച്ചിരിക്കുക. പ്രേം, സത്യമാണോടാ നീ പറയുന്നേ? എടാ നീ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു പ്രേം. ക്ഷമിക്കടാ മോനെ, ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു പോയി. ഇനി മുതൽ നല്ല ബോഡി ഗാർഡായിട്ട് ഇവളുടെ കൂടെ തന്നെ നിന്നു. ബോഡി ഗാർഡായിട്ടല്ല ഡോക്ടർ. അതെന്താടാ? നല്ലൊരു ഭർത്താവായിട്ട്. പ്രേം, ചാർമിയെ പിരിഞ്ഞ് ജീവിക്കാനുള്ള ശക്തി എനിക്കില്ല ഡോക്ടർ. ഞാനിവളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. എടാ പ്രാന്താ, നീ അവളെ ഇഷ്ടപ്പെട്ടാ അവള് നിന്നെ ഇഷ്ടപ്പെടണ്ടേ? ഞാനും പ്രേമിനെ ഇഷ്ടപ്പെടുന്ന ഏട്ടാ. അങ്ങനെയാണെങ്കിൽ നിങ്ങള് രണ്ടുപേരും കൂടി അതെ ഏട്ടാ, ഞങ്ങള് രണ്ടുപേരും ഒരുപാട് നാളായി ഇഷ്ടത്തിലായിട്ട്. ഈ കാര്യം ചേട്ടനോട് പറയാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തത്. ചേട്ടൻ സമ്മതിച്ചാ ഓക്കെ, ഇല്ലെങ്കിൽ ഷോക്കില് ചേട്ടന് എന്തെങ്കിലും പറ്റിയ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നിട്ടാ. പ്രണയത്തെക്കാൾ കൂടുതല് ഞങ്ങൾക്ക് ചേട്ടൻ തന്നെയാണ് പ്രധാനം. വാടാ വന്നിരിക്കെ. മോനെ പ്രേമേ, എന്റെ അനിയത്തെ നീ ഇത്ര നാളായിട്ട് പ്രേമിക്കുന്നുണ്ടെന്ന് നേരത്തെ നിനക്ക് പറഞ്ഞാലെന്തായിരുന്നു? നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? നോക്കിയ മോളെ, ആണുങ്ങൾക്ക് എപ്പോഴും ധൈര്യം ഉണ്ടാവില്ല. നിനക്കെങ്കിലും എന്നോട് പറയാതിരുന്നില്ലേ? നീ ചെറിയ കുട്ടിയായിരുന്നപ്പോ കളിപ്പാവ് വേണമെന്ന് നീ പറയാറില്ലേ? അത് ഞാൻ വാങ്ങിച്ചു തന്നില്ലേ? കോളേജ് പോകുന്ന സമയത്ത് പ്രാവിനെ വേണമെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ നിനക്ക് പിടിച്ചു തന്നില്ലേ? അതുപോലെ ഇതിനെ ഞാൻ പിടിച്ചു തരില്ലായിരുന്നോ? ഈ ദേഷ്യമൊക്കെ മാറ്റിവെക്ക്. നീ എന്റെ വീട്ടിലേക്ക് എന്റെ അനിയത്തിയുടെ ഭർത്താവായിട്ട് വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൂ. അല്ലടാ പ്രമേ, ദേഷ്യമൊക്കെ വിട്ടിട്ട് സ്നേഹത്തോടെ ഇരിക്കടാ. എന്തായാലും സിദ്ധു തോറ്റു, പ്രേമ് ജയിച്ചു. ഒച്ചത്തിൽ സംസാരിക്കണ്ട, പയ്യെ സംസാരിക്കേ. എനിക്ക് എല്ലാം ഒരുപാട് ഇഷ്ടമായെന്ന് പറയായിരുന്നു. എനിക്ക് ഇപ്പൊ നിങ്ങൾക്ക് മധുരം തരണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പോയി സ്വീറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വേഗം വരാം. അതുവരെ നിങ്ങൾ പോയി ഡുവേറ്റ് പാട്. ഡിങ്ക് ടക്ക കിടക്ക ഡിങ്ക് ടക്ക കിടക്ക ഡിങ്ക് ടക്ക കിടക്ക. മക്കളെ, സോങ് ഒക്കെ തീർന്നു. എപ്പോഴും ഇങ്ങനെ മുഖാമുഖം നോക്കിക്കൊണ്ടിരുന്നാലേ പെട്ടെന്ന് തന്നെ കുട്ടികളുണ്ടാവും. പ്രേം, ഞാൻ സിദ്ധുവിനെ അകത്താക്കിയതിനുള്ള സമ്മാനമായിട്ട് ഞാൻ നിനക്ക് സ്വീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെന്തോ കൊണ്ടുവരാന്നല്ലേ പറഞ്ഞു? ശരീരത്തിൽ പിടിക്കാത്തൊന്നും വേണ്ട. ഇതിങ്ങനെ കുറേശ്ശെയായിട്ട് എടുത്ത് വേണം കഴിക്കാൻ. എന്നാ കഴിക്ക്. അവൻ ചത്തു തുടങ്ങിയതിന് നിങ്ങൾ ദീപാവലി ആഘോഷിക്കണോ? എന്നെ ജയിലിലേക്ക് വിട്ടിട്ട് നിങ്ങൾ സ്വീറ്റ്സ് കഴിച്ചോണ്ടിരിക്കുക? പോലീസിന്റെ അടുത്ത് രക്ഷപ്പെട്ടു വന്നതാണല്ലേ? ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു നിന്നെ പിടിച്ചു കൊടുക്കാൻ. ഏയ്, ഒന്നും മിണ്ടായിരിക്കടാ. നീ വെറുതെ കോൾ ചെയ്ത് സമയം കളയണ്ട. നീ ഏത് കേസിൽ എന്നെ അകത്താക്കിയാലും ഒരു സെക്കൻഡിൽ ഞാൻ പുറത്തു വരും. എന്റെ വീടിനകത്ത് വന്ന് വൃത്തികേട് കാണിച്ചാ നീയാ. പുറത്തു പോടാ, ഇവിടുന്ന് ഇറങ്ങിപ്പോടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പോകുന്ന വഴിക്ക് എതിരെ വരുന്നത് നിങ്ങളാ. ഞാനോ? ആ, എന്റെയും ചെറിയുടെ ഇടയിൽ കയറി വരുന്നത് നിങ്ങളല്ലേ? ശരിയല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്ക്. ശരി, ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? എന്താ? വേണ്ട സിദ്ധു, വളരെ ഓവറായിട്ടുണ്ട് ഇപ്പൊ. ഇവിടെ മറന്നേക്ക്. നീയാ ഓവറാവുന്നേ. നിന്നെ ഞാൻ തീർത്തുകളയും, പറഞ്ഞേക്കാം. ഏയ്, കാര്യത്തോടടുത്ത ഞാൻ റൗഡി തന്നെയാടാ. അങ്ങനെയാണോ? അതേടാ. എന്നാ നോക്കിയാലോ? നമുക്ക് നോക്കാടാ. വാടാ. എല്ലാരും കൂടി. ഇതെന്റെ വീടാ, അല്ലാതെ മാർക്കറ്റല്ല. ഇവിടെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി, അല്ലാതെ ഫൈറ്റ് ഒന്നും വേണ്ട. ഡോക്ടർ മാമ, അവനടുത്ത് പറഞ്ഞേക്ക്, എന്റെ ചെറിയ ശല്യം ചെയ്ത് കഴിഞ്ഞാ ഇവനെ ഞാൻ കൊന്നുകളയും. ഇവനെ പോലത്തെ ആളുകളെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കൊടുക്കും ഡോക്ടർ. ഡോക്ടർ മാമ, ചെറിയ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക? എന്റെ അടുത്ത് കാറ്, ബംഗ്ലാവ്, പണം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവന്റെ അടുത്ത് എന്താ ഉള്ളേ? എടാ, നിന്റെ അടുത്ത് എന്താടാ ഉള്ളേ? എന്റെ അടുത്ത് സ്നേഹമുണ്ടാ. എന്റെ അടുത്ത് സ്നേഹമുണ്ട്. എന്റെ അടുത്ത് സ്നേഹമുണ്ട്. വായടക്കടാ. നിന്റെ അടുത്ത് എന്തിനാടാ സംസാരിക്കുന്നേ? ഡോക്ടർ അങ്കിൾ, പെട്ടെന്ന് തന്നെ മുഹൂർത്തം കുറിച്ചേക്ക്. ശരിയാക്കാം. പക്ഷെ കല്യാണ ചെറുക്കൻ നീയല്ല, പ്രേമായിരിക്കും. ഓഹോ,
അങ്ങനെയാണോ? നിങ്ങൾ എല്ലാവരും ഒന്നു ചേർന്നിരിക്കുകയാണല്ലേ? ഞാനൊന്ന് നോക്കട്ടെ ഇവർ രണ്ടുപേരും എങ്ങനെയാ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. നന്നായി വരും, ഞങ്ങൾ നന്നായി കേട്ടാ വാ മക്കളെ, വേമ്പ വേമ്പ. ഓം മഹേശ്വരായ നമഃ, ഓം ദേവിയായ നമഃ, ഓം സരസ്വതിയായ നമഃ, ഓം ശിവനേ നമഃ. ഓ എന്താ ഡോക്ടറെ രാവിലെ തന്നെ അമ്പലത്തിലോട്ട്? എന്താ ഭക്തി തുടങ്ങിയോ? ഇന്ന് ഇവരുടെ കല്യാണം നടത്തണം. ഇവർ രണ്ടുപേർക്കോ? സാധ്യമേ അല്ല. എന്താ തിരുമേനി? ഒരു കല്യാണത്തിന് നല്ല നേരവും നല്ല മുഹൂർത്തവും ഒക്കെ നോക്കണ്ടേ? ഇങ്ങനെ വന്ന് കഴിച്ചാൽ എങ്ങനെയാ? അയ്യോ, അങ്ങനെയൊന്നും നോക്കാനുള്ള സമയമില്ല. എത്ര വേഗം ഇവരുടെ കല്യാണം ഒന്നും നടത്തി തരണം. എന്നാ ശരി, എന്നാ മാല ഇട്ടോളൂ. വേഗം വേഗം ഓം വേഗം മാംഗല്യം തന്തു ഞാനേന മഹാദേവന ഹേതുനാം. ഏ? അതെ പൂജാരി, ഇനി നിങ്ങളുടെ വായന്ന് ഒരു മന്ത്രമെങ്കിലും വന്നു കഴിഞ്ഞാ നിങ്ങളെ ഞാൻ തീർത്ത് കളയും. അയ്യോ വേണ്ട 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 വേണ്ട. വന്നേ വന്നേ, ഇവിടെ വഴക്കുണ്ടാക്കി നിൽക്കണ്ട. നിങ്ങൾ നടന്നേ. പൂജാരി, ആ, ഇതൊന്ന് പൂജിച്ച് എനിക്ക് തന്നെ. ഓം കത്തിയായ നമഃ, ഓം ബാളായ നമഃ. സാർ നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ഡോക്ടർ കാമേഷ്. ഇവന്റെ പേര് പ്രേം. അതെന്റെ അനിയത്തി, പേര് ചെറി. നമസ്കാരം. ഇവർ ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുത്ത സ്ഥിതിക്ക് എത്രയും വേഗം മാലയിട്ട് കല്യാണം രജിസ്റ്റർ ചെയ്യണം. നിങ്ങള് സമ്പ്രദായമൊക്കെ നോക്കുന്ന ആളാണോ? എന്താ അങ്ങനെയൊക്കെ? എന്താ ചോദിച്ചെന്നാ? ഈ ഗെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഈ പെണ്ണ് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടി വന്ന പോലെ ഉണ്ട്. അയ്യോ, അങ്ങനൊന്നുമല്ല. ശരി, സാക്ഷികളോടെ. സാക്ഷി സാക്ഷി ഞാനുണ്ടല്ലോ. എന്താ ഡോക്ടറെ, നിയമം അറിയുന്ന താങ്കൾ തന്നെ എങ്ങനെ പറഞ്ഞാലോ? 2 സാക്ഷികൾ വേണം. ആ, നിങ്ങളുണ്ടല്ലോ. ഓഫീസറായിട്ടിരിക്കുമ്പോ സാക്ഷിയായിട്ട് എനിക്ക് ഒപ്പിടാൻ പറ്റില്ല. ശ്ശോ, ഇപ്പൊ എന്ത് ചെയ്യും? ഡോക്ടർ, എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചാലോ? അയ്യോ വേണ്ട 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 വേണ്ട. ഇവിടെ നടക്കുന്ന കല്യാണത്തെ കുറിച്ച് ആരോടും പറയാൻ നിൽക്കണ്ട. വേണ്ട വേണ്ട. അപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ, ഇപ്പൊ എന്താ ഒന്ന് ചെയ്യാ? അങ്കിളേ, ആ, സാക്ഷി കിട്ടിപ്പോയി. ആവൽ ബാന്ധവ, അനാഥ രക്ഷക, നീ എന്താടാ ഇവിടെ? നിങ്ങൾ എവിടെയാണോ അവിടെ ഞാനുണ്ടാവും. അങ്കിൾ, ആ, നിനക്ക് എത്ര വേണോ അത്രയും ഞാൻ തരാം. നീ ഒന്ന് വന്ന് സൈൻ ചെയ്താ മതി. സൈന. ആ ഓക്കെ, ഇതും സൈൻ തന്നെയാ. വാ വാ വാ, വാ. പ്രേം, സാക്ഷി, ഇനി ഇവർക്ക് കല്യാണം കഴിക്കാലോ. ആദ്യം ഒന്ന് ഒപ്പിട്. എടാ സൈൻ ചെയ്യടാ. ഓ തലവിധി. കൈതാ. എടാ, ഒപ്പിട്രാ. നിന്റെ കൈ ഇവിടെ വെച്ച് കഴിഞ്ഞാ ഇത് ഞാൻ നിന്റെ കഴുത്തിലേക്ക് വെക്കേണ്ടി വരും. ഡോക്ടർ അങ്കിൾ, നിങ്ങൾ ഇവരെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയാലും ഞാൻ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങൾ രണ്ടുപേരും കല്യാണമേ സ്വർഗത്തിൽ വെച്ച് നിശ്ചയിച്ചതാ. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ തന്നെ സന്തോഷമായിട്ടങ്ങ് ജീവിച്ചോളാം. ഹലോ, ഇത് ഫോറിൻ അല്ലടാ, ഇന്ത്യയാ. ഇവിടെ താലി കെട്ടി കഴിഞ്ഞാലേ ഭാര്യ ഭർത്താക്കന്മാരാവുള്ളൂ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. വന്നേ വേഗം വാ. ആ സിദ്ധു ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താൻ സമ്മതിക്കുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തണം, അതും സ്റ്റേഷനില്. ആ അതെ, ഇവിടെ വെച്ച് നടത്തണം സാർ. ഇപ്പോഴുള്ള പോലീസ് സ്റ്റേഷനെല്ലാം കല്യാണ മണ്ഡപമായിട്ട് മാറ്റിയിട്ടുണ്ട് സാർ. രാഹുകാലം പോലും നോക്കാതെ ഇവിടെ വെച്ച് നടക്കുന്ന എല്ലാ കല്യാണവും മംഗളകരമായിട്ടുണ്ട്. ഗുഡ്. ആ സിദ്ധു ഇവർക്ക് രണ്ടുപേർക്കും എതിരെ എന്തിനാ വരുന്നത്? അതിപ്പോ ഇവളെ വലിയ ഇഷ്ടമാണത്രേ. ഇവളെ ഞാൻ ഓൾറെഡി പ്രേമിച്ച് പോയതാണല്ലോ. നീ സിദ്ധുവിനെ സ്നേഹിച്ചിരുന്നോ? എന്താ ആ ഇല്ല. നീ അവനെ പ്രേമിക്കുന്നില്ല, അവൻ നിന്നെ പ്രേമിച്ചിരുന്നില്ലേ? അതിപ്പോ എങ്ങനെ? ആ കഥകളെല്ലാം ഞാൻ പറയാം സാർ. അവൻ ഇവിടെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു സാർ. സെയിം ടൈം ഇവൻ ഇവിടെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു സാർ. സെയിം ടൈം ഒരു നല്ല ചെറുക്കനെ കണ്ടെത്തി ഇവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സെയിം ടൈം ഒരു റൗഡി എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിരന്തരമായിട്ട് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സെയിം ടൈം അവനായിരുന്നു ഇവളുടെ ലവർ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ. സെയിം ടൈം ഇവനായിരുന്നു ആ വിളിച്ചതെന്ന് എനിക്കറിയില്ല. സെയിം ടൈം അവൻ ആരെയോ കൊന്നു കളഞ്ഞു സാർ. സെയിം ടൈം അവനും ഇവനും തമ്മിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. സെയിം ടൈം കല്യാണം ചെറുക്കൻ ഓടിപ്പോയി കളഞ്ഞു സാർ. സെയിം ടൈം ഇവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന് ഞാൻ വിചാരിച്ചു. സെയിം ടൈം അവരിവിടെ വന്നിട്ടുണ്ട് സാർ. സെയിം ടൈം ഇപ്പൊ അവര് നിങ്ങളുടെ മുമ്പ് ഇരിപ്പുണ്ട്. Same time. ഇവരൊന്ന് കല്യാണം കഴിപ്പിക്കണം. അതെ സാർ, സമയം എന്തായി? സെയിം ടൈം സാർ. എന്റെ ബാഡ് ടൈം. ഓക്കെ, ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് അഗ്നിസാക്ഷിയായി കല്യാണം നടത്തണമെങ്കിൽ ഞങ്ങൾക്കൊരു തെളിവും തരാതെ മുങ്ങി നടക്കുന്ന ആ സൈലന്റ് സിദ്ധുവിനെ നിങ്ങള് തെളിവോടുകൂടി പിടിച്ചു തരണം. ഞങ്ങളോ? ഏയ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല.
അങ്ങനെയാണെങ്കിൽ ഇവരുടെ കല്യാണം നടക്കില്ല. ഓക്കെ സർ, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അവനെ ഞാൻ തന്നെ പിടിച്ചു തന്നോളാം. ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന രണ്ടുപേര് ഒരേ വീട്ടിലുള്ള രണ്ടുപേര് വഴക്കുണ്ടാക്കുന്നത് ഗ്യാരണ്ടിയാ. ഈ കാര്യം നിങ്ങളെ രണ്ടുപേരെ കൊണ്ട് മാത്രമേ നടക്കൂ. ഇത് ആര് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഞാൻ ചെയ്യാ സർ. വേണ്ട മോളെ വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ അതെല്ലാം ചെയ്തോളാം. അതിനു വേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്തോളാം സാർ. പറയൂ സാർ, ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ സാർ. എന്റെ അനിയത്തിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം സാർ. എനിക്ക് ആരുടെ ജീവനും ആവശ്യമില്ല. ഞാനൊരു പ്ലാൻ പറഞ്ഞുതരാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഉം.